അസ്സലാമു അലൈക്കും. ഇറ്റ്സ് മീ റിൻഷ. കണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ദിസ് വീഡിയോ ഈസ് ഫോർ യു. ഈ കണ്ടന്റ് ക്രിയേറ്റിംഗ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വീഡിയോ എടുക്കാതെ എഡിറ്റ് ചെയ്യുക, അത് പോസ്റ്റ് ചെയ്യുക, അതൊക്കെ തന്നെയാണ്. പക്ഷെ അതെങ്ങനെ നല്ല രീതിയിൽ ചെയ്തെടുക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയണത്. സോ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഒരു 5 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ, ക്യാമറ. നമുക്ക് ആദ്യം നല്ലൊരു ക്യാമറ വേണം. ചിലവർ പറയും ഐഫോൺ വേണം, ഐഫോൺ ഇല്ലെങ്കിൽ എങ്ങനെ കണ്ടൻറ്റ് ക്രിയേറ്റിംഗ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നതും അതേപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും ഐഫോണിലല്ല ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ക്യാമറ മതി, ഐഫോൺ വേണമെന്നൊന്നും നിർബന്ധമല്ല. പിന്നെ ഫസ്റ്റ് തന്നെ തുടങ്ങുന്ന ടൈമിൽ നമുക്ക് എല്ലാം ഉണ്ടാവണം എന്നൊന്നുമില്ല. അപ്പോൾ ഉള്ള ക്യാമറയും ഒക്കെ വെച്ചിട്ട് തുടങ്ങുക എന്നുള്ളതാണ്. ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് ഗുഡ് കണ്ടൻറ്റ്. ഈ കണ്ടൻറ്റ് എന്നൊക്കെ പറയുമ്പം നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിച്ച് കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവില്ലേ, അത് വെച്ച് തന്നെ തുടങ്ങുക. അല്ലെങ്കിൽ ഈ ഗൂഗിളിലൊക്കെ ഒരുപാട് കണ്ടൻറ്റ് ഐഡിയാസൊക്കെ കിട്ടും. അപ്പോൾ അതൊന്നും നമുക്ക് കണ്ടൻറ്റ് സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ കുക്കിംഗ് ട്യൂട്ടോറിയൽസ്, ബ്യൂട്ടി വ്ളോഗ്സ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക കണ്ടൻറ്റ്. തേർഡ് വൺ ഈസ് വീഡിയോ ഷൂട്ടിംഗ്. എന്ത് കണ്ടൻ്റ് ആണെങ്കിലും അത് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിംഗ് ആണ്. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒട്ടും ലൈറ്റിംഗ് ഇല്ലാത്തൊരു സ്പേസ് എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുന്നതിൽ ഒരു കാര്യവുമില്ല. വീഡിയോയുടെ ക്ലാരിറ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ലൈറ്റിംഗ് ഉള്ള ഒരു സ്പേസ് എന്നാണ് നമ്മൾ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ക്ലാരിറ്റി ഒക്കെ നമ്മുടെ വീഡിയോക്ക് വരും. വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ എങ്ങനെയാണ് എഡിറ്റിംഗ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് വേണം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഡിറ്റിങ്ങും നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ദി ഫോർത്ത് വൺ ഈസ് ക്യാമറ സ്റ്റാൻഡ്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ സ്റ്റാൻഡ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതത്ര നിർബന്ധമായിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എന്നാൽ ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറ്റും. ഇതില്ലാത്ത ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഓപ്ഷനലാണ്. പക്ഷേ അത്യാവശ്യം റീച്ചൊക്കെ കിട്ടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റാൻഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് ദി ലാസ്റ്റ് വൺ ഈസ് എഡിറ്റിംഗ്. ഞാൻ നേരത്തെ വീഡിയോ ഷൂട്ടിങ്ങിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ എഡിറ്റിങ്ങിനെ പറ്റിയ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റിംഗ് ഭയങ്കര സിമ്പിളായിട്ട് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് എന്തായാലും നമുക്ക് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് കൂടുതൽ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽസിൻ്റെ വീഡിയോസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. ക്ലാരിറ്റി അപ്ലോഡ് ചെയ്തതിന് ശേഷം കുറയുന്നുണ്ട് എന്നുള്ള ആ ഒരു പ്രോബ്ലമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റെസൊല്യൂഷനിൽ വീഡിയോ എക്സ്പോർട്ട് ചെയ്തെടുത്താൽ മതി. സോ ഇത്രയും 5 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കണ്ടൻറ്റ് ക്രിയേറ്റിംഗ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഏതെങ്കിലും ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം. ആൻഡ് ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എത്രയുള്ളൂ. ബൈ ഗൈസ്, കീപ് ഗോയിങ്.